Hi dear students, നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഈ ഇൻട്രോഡക്ഷൻ പാർട്ടിലുള്ള ഏറ്റവും ലാസ്റ്റ് ഹെഡിങ് ആണ് നമ്മൾ പറയുന്നത്. സാധാരണ നമ്മൾ സബ്ജക്ട് പഠിക്കുമ്പോൾ അതിന്റെ മീനിങ്, ഡെഫിനിഷൻ, അതേപോലെ അതിന്റെ ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജസ്, ഫങ്ഷൻസ്, പിന്നെ നമ്മൾ ഏതെങ്കിലും മറ്റുള്ള സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആണെന്ന് വെച്ചാൽ അതിന്റെ കമ്പാരിസൺ, ഡിഫറൻസസ് ബിറ്റ്വീൻ നമ്മളിപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായിട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ കമ്പയർ ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ ലാസ്റ്റ് പാർട്ട് ലിമിറ്റേഷൻസ് ഓർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദിസ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ് നമുക്ക് പറയാനുള്ളത്. നമുക്കൊരു ഇതിന്റെ ഡിസ്കഷൻ നടത്തുന്നതിന്റെ മുന്നേ നമുക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ടു സപ്പോർട്ട് ദ മാനേജ്മെന്റ് ഫോർ ടേക്കിംഗ് മെനി ഡിസിഷൻസ് റിഗാർഡിംഗ് ദി മാനേജീരിയൽ ആക്ടിവിറ്റീസ് ആൻഡ് ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് അക്കൗണ്ടിങ് പ്രോസസ്, ഇങ്ങനെ അതിന്റെ ഒരുപാട് ഡാറ്റ അനാലിസിസ് നടത്തിയതിനു ശേഷം എത്തേണ്ട കുറെ കൺക്ലൂഷനുകളെ ബേസ് ചെയ്തിട്ടാണ് സാധാരണ മാനേജ്മെന്റ് അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ ലിമിറ്റേഷൻസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്, അതിനെന്തൊക്കെ സൗകര്യങ്ങൾ വേണ്ടി വരും, ഇതിനൊക്കെ റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഇതിന്റെ ലിമിറ്റേഷൻസ് പറയുന്നത്. അപ്പൊ ലിമിറ്റേഷൻസ് നമ്മൾ ഏതൊരു ഡിസിപ്ലിൻ പഠിക്കുമ്പോഴും ലിമിറ്റേഷൻസ് പറയുമെങ്കിലും ആ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അതുണ്ടതുകൊണ്ട് ആ കൺസേൺ ടോപ്പിക് നടക്കില്ല എന്നല്ലല്ലോ അതിന്റെ അർത്ഥം. അതിന് ഇന്ന പരിമിതികളുണ്ട്, ഇന്ന എന്താ പറയാ കുറവുകളുണ്ട് എന്ന് മാത്രമേ അതിന് മീനിങ് ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതിന്റെ ലിമിറ്റേഷൻസിലേക്ക് പോവാണ്. ഒന്നാമതായിട്ട് നമ്മൾ ഇതിന്റെ ലിമിറ്റേഷൻ പറയുന്നത്, നമ്മൾ നേരത്തെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു മീനിങ് പറഞ്ഞ തന്നെ പറഞ്ഞു, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്നും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും ഒക്കെയുള്ള പാസ്റ്റ് ഡാറ്റ, ഹിസ്റ്റോറിക്കൽ ഡാറ്റ എടുത്തിട്ടാണ് അതിന്റെ പ്രോസസ്സിംഗ് ആണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കൺക്ലൂഷനിലേക്ക് പോകുന്നതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ തരത്തിലുള്ള ടോപ്പിക്കുകളുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെയും കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെയും ഒക്കെ ബേസ്ഡ് ഓൺ ദീസ് ഡാറ്റ, അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെയും കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെയും ഒക്കെ ഡാറ്റയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ബേസ് എന്നുള്ളത് കൊണ്ട് ദ ആക്യുറസി ഓഫ് ദി ഡാറ്റ വി ആർ ടേക്കിംഗ് ഫ്രം ദി ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ഡിപ്പെൻഡന്റ്. അതായത് നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് ആണ്. എന്തുമായിട്ട് ഒരു ഡിപ്പെൻഡൻസി ഉണ്ട് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെയും കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെയൊക്കെ. അതിലൊക്കെയുള്ള ഡാറ്റയുടെ അക്യൂറസിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്ന മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ എടുക്കുന്ന ഡിസിഷൻസ് എന്ത് ചെയ്യുക, സക്സസ് ആവും. അപ്പോ അതിലുള്ള ഡാറ്റ എന്താണ്, വെയ്ഗാണ്, അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ കട്ട് ആയിട്ടുള്ള ഡാറ്റ അല്ല, ഇനാക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങും എന്താവാൻ സാധ്യത, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ എടുക്കുന്ന അതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഫ്ലോപ്പ് ആകും. അപ്പോ നമ്മളതിന്റെ ഒന്നാമത്തെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻ തന്നെ എന്താണ്, ഇത് ഈ പറഞ്ഞിരിക്കുന്ന പാസ്റ്റ് ഡാറ്റയെ ബേസ് ചെയ്തിട്ടുള്ളതാകുന്നതുകൊണ്ട് തന്നെ അതിന്റെ ആക്യുറസിക്ക് അനുസരിച്ച് മാത്രമേ, അതായത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്താണ്, ഒരു ഡിപ്പെൻഡഡ് ആണ് ടു ദിസ് ടോപ്പിക്സ്, ടു ദീസ് സബ്ജക്ട്സ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അത് ആണ് ഇതിന്റെ ഒന്നാമത്തെ ലിമിറ്റേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് നോളജ് ആണ്. ലാക്ക് ഓഫ് നോളജ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, നമ്മൾ നേരത്തെ ഇതിന്റെ സ്കോപ്പ് നമ്മൾ പറഞ്ഞിരുന്നു. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ് വളരെ വൈഡ് ആയിട്ടുള്ള സ്കോപ്പാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനുള്ളത്. അതായത് ഒരുപാട് സബ്ജക്റ്റുകളുമായിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ടാക്സേഷൻ, പ്രൊഡക്ഷൻ, അതേപോലെ ധാരാളം എന്താ പറയാ സ്റ്റാറ്റിസ്റ്റിക്സ് പോലെയുള്ള, എക്കണോമിക്സ് പോലെയുള്ള ഒരുപാട് സബ്ജക്റ്റുകളുമായിട്ട് റിലേഷൻ ആർക്കുണ്ട്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റിനെ സംബന്ധിച്ചിടത്തോളം he should be a knowledgeable person about all these disciplines. അതിലൊരു എക്സ്പേർട്ട് ആയ ഈ പറഞ്ഞ എല്ലാ ഡിസിപ്ലിനുകളിലും, എല്ലാ സബ്ജക്റ്റുകളിലും, എല്ലാ ഡിസിപ്ലിനുകളിലും എന്താ പറയാ നോളജബിൾ ആയ, എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗിലേക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ മാനേജ്മെന്റിന്
സ്വാഭാവികമായിട്ടും മാനേജീരിയൽ എക്കണോമിക്സിൽ നമ്മൾ പഠിച്ച മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ അതിന്റെ സക്സസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയകളിലുള്ള നോളജ്, ഇൻ ഡെപ്ത് നോളജ് ഉണ്ടായാൽ മാത്രമേ അതിൽ സക്സസ് ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ലിമിറ്റേഷൻ ആയിട്ട് പറയാം. അതൊരാൾക്ക് പോസിബിൾ അല്ലല്ലോ. എല്ലാ ടോപ്പിക്കിനെ കുറിച്ചിട്ടും അറിയാം. സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചും അക്കൗണ്ടിങ്ങിനെ കുറിച്ചും എന്താ പറയാ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചും പ്രൊഡക്ഷൻ മാനേജ്മെന്റിനെ കുറിച്ചും എന്താ പറയാ HR മാനേജ്മെന്റിനെ കുറിച്ചും ഇങ്ങനെ എല്ലാ ഡിസിപ്ലിനുമായിട്ട് ഇതിന് റിലേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡിസിപ്ലിനുകളിലൊക്കെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ അതൊരു ലിമിറ്റേഷൻ ആണ്. നമുക്ക് ഈ വൈഡ് ആയിട്ടുള്ള സ്കോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ എന്താ പറയാ ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയേണ്ടി വരും. മൂന്നാമത്തെ നമ്മൾ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി ആൻഡ് കോർഡിനേഷൻ ആണ്. അതായത് കണ്ടിന്യൂറ്റി, നമ്മൾ സാധാരണ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ ചെയ്യുന്ന അനാലിസിസും ഡാറ്റ പ്രോസസ്സിംഗ് ഒക്കെ നടത്തിയത് കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പോകുന്നില്ല, മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ആണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അത് എന്ത് ചെയ്യണം, അത് ഇംപ്ലിമെന്റേഷൻ പാർട്ടില് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫീസിബിലിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നമ്മൾ പറയും. ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തിയിട്ടുള്ള കൺക്ലൂഷനുകളെ കറക്റ്റ് ആയിട്ട് സ്റ്റഡി ചെയ്ത് ആ ഡാറ്റയെ നമ്മൾ ഇംപ്ലിമെന്റേഷൻ പാർട്ടിൽ കൃത്യമായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നതിലൂടെയാണ് നമ്മൾ സക്സസ് ആവുന്നത്. അപ്പൊ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഡാറ്റയെ പ്രോസസ് ചെയ്തിട്ടുള്ള കൺക്ലൂഷനുകളെ പ്രൊവൈഡ് ചെയ്യാണ്. പക്ഷെ ആ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തിയററ്റിക്കലാണ്. അതിന്റെ പ്രാക്ടിക്കൽ സൈഡിൽ അത് സക്സസ് ആവുക എപ്പോഴാണ്, അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവുമ്പോഴാണ്. ആ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ചെയ്ത കാര്യങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുകയും അതിനെ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമേ അത് സക്സസ് ആവുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ ഒരു പിന്നെ എന്താ പറയാ പരിധി അല്ലെങ്കിൽ അതിന്റെ ഒരു ഷോർട്ട് കമ്മിങ് ആയിട്ട് നമ്മൾ പറയുന്നത് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ പാർട്ടിൽ സക്സീഡ് ആവുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി ഉണ്ടായാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ത് ചെയ്യും, ഫ്ലോപ്പ് ആയിട്ട് മാറുകയും ചെയ്യും. ഇതാണ് മൂന്നാമത്തെ ഒരു ലിമിറ്റേഷൻ. നാലാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് എ ടൂൾ. അത് ഒരിക്കലും എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓർ മാനേജ്മെന്റ്. മാനേജ്മെന്റിനോ അഡ്മിനിസ്ട്രേഷനോ ഉള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഒരിക്കലും അഡ്മിനിസ്ട്രേഷൻ പാർട്ട് ഒഴിവായിട്ടോ മാനേജ്മെന്റ് പാർട്ട് ഒഴിവായിട്ടോ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മാനേജ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാനേജ്മെന്റോ അഡ്മിനിസ്ട്രേഷനോ വേണ്ട എന്ന് തീരുമാനിക്കാൻ കഴിയില്ല. ഇറ്റ് ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദി മാനേജ്മെന്റ് ഓർ അഡ്മിനിസ്ട്രേഷൻ. ഇറ്റ് ഈസ് ഓൺലി എ ടൂൾ ഓർ ടെക്നിക് ഫോർ പ്രോസസിംഗ് ഡാറ്റ ഓർ അനാലിസിസിംഗ് ഡാറ്റ അല്ലെങ്കിൽ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നുള്ളത് കൊണ്ട് അതൊരു ടൂളായിട്ട് മാത്രമേ കണക്കാക്കാൻ കഴിയുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് എ ഫുൾ ഫ്ലെഡ്ജ്ഡ് എന്താ പറയാ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള മാനേജ്മെന്റ് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയാൻ പറ്റൂല. മാനേജ്മെന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നാണ് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഒബ്ജക്ടിവിറ്റി ആണ്. ലാക്ക് ഓഫ് ഒബ്ജക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ, പ്രസൻസ് ഓഫ് സബ്ജക്ടിവിറ്റി ഈസ് ദർ. സബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞു, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ കുറെ ഫ്യൂച്ചർ ആയിട്ടുള്ള ഫോർകാസ്റ്റിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. ഫോർകാസ്റ്റിംഗ് നടത്തുന്നു നമ്മൾ എന്താ പറയാ, കുറെ ക്വാണ്ടിറ്റേറ്റീവ് അല്ലാത്ത ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റകൾ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ആപ്റ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഈ ഡാറ്റകൾ തന്നെ ഉപയോഗിച്ച് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ആരാണ്, ഹ്യൂമൻ ബീങ് ആണ്. അതായത് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ് അല്ലെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടൻസ് ആണ് ഇത് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പേഴ്സണൽ ബയാസ് ഉണ്ടാവാം. പേഴ്സണൽ ബയാസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാല് ഒരാളുടെ പ്രൊജുഡീസും ഒരാളുടെ എന്താ പറയാ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനുകളും അതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാം. ഇപ്പോ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഒരു നിശ്ചിത കാര്യം ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ പ്രൊവൈഡ് ചെയ്യുന്ന ആള് മാനേജീരിയൽ അക്കൗണ്ടന്റ് സ്വാഭാവികമായിട്ടും അയാളുടെ കൂടി ചില കാഴ്ചപ്പാടുകൾ, അയാളുടെ കൂടി ചില ചിന്താഗതികൾ അതിൽ എന്ത് ചെയ്യാം, ആഡ് ചെയ്യപ്പെടാം. പേഴ്സണൽ ബയാസ് വരാം എന്നർത്ഥം.
അങ്ങനെ പേഴ്സണൽ ബയാസ് വരിക എന്നുള്ളതിനെയാണ് നമ്മൾ സബ്ജക്ടിവിറ്റി എന്ന് പറയാം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഒബ്ജക്ടിവിറ്റി നഷ്ടപ്പെടും. എന്ന് പറഞ്ഞാൽ ആ കൺസേൺഡ് ഫിഗറിന്റെ നമ്മൾ ശരിയായ അർത്ഥം, ശരിയായ മീനിങ് ഇല്ലല്ല അത് ഉണ്ടാവുക. ചിലപ്പം ഈ ആളുടെ പ്രൊജുഡീസിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഡാറ്റയായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യപ്പെടുക. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുക ലാക്ക് ഓഫ് ഒബ്ജക്ടിവിറ്റി ഉണ്ടാവുക. ഒബ്ജക്ടിവിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ടാണ് പറഞ്ഞത്. അല്ലെങ്കിൽ സബ്ജക്ടിവിറ്റി ആണ് അവിടെ ഉണ്ടാകുക, ബയാസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആ ലിമിറ്റേഷനിൽ പറയുന്നത്. നെക്സ്റ്റ് ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അൺക്വാണ്ടിഫയബിൾ വാരിയബിൾസ് ഉണ്ട്, അതിന്റെ പ്രസൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ മാത്രമല്ല, അഥവാ ആക്ച്വൽ ആയിട്ടുള്ള ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് മാത്രമല്ല, ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് മാത്രമല്ല, ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സിനെ കൂടി പ്രോസസ് ചെയ്യുന്നത് കൊണ്ട് അതിനെ നമുക്ക് പ്രോസസ് ചെയ്യുക എന്ന് പറയുന്നത് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ പേഴ്സണൽ ബയാസ് ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ അൺക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള വേരിയബിൾസിനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അതൊന്നും എന്താവണമെന്നില്ല, ശരിക്കും ഒറിജിനൽ ആവണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിന്റെ അതേ മീനിങ്ങിൽ തന്നെ അത് സംഭവിച്ചോളണമെന്നില്ല. അത് അൺക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും കാര്യം. ക്വാണ്ടിറ്റേറ്റീവ് നമ്മൾ 100 എന്ന് പറയുന്നതും പിന്നെന്താ പറയാ എബൌട്ട് 100 എന്ന് പറയുന്നതും ഒരേപോലെ അല്ലല്ലോ. അപ്പൊ നമുക്ക് അൺക്വാണ്ടിറ്റേബിൾ ഇത്ര ഒരുപാട് എന്ന് പറയുന്നത് പോലെയല്ല, 10 പേര് ഉണ്ട് എന്ന് പറയുന്നതും ഒരുപാട് പേരുണ്ട് എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. ഒരുപാട് പേരുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ അൺക്വാണ്ടിഫയബിൾ ആണ്, അത് ക്വാണ്ടിഫൈ ചെയ്തിട്ടില്ല. അപ്പോ നമ്മൾ ഈ ഒരുപാട് എന്ന് പറയുന്നിടത്ത് അല്ലെങ്കിൽ അൺക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള വേരിയബിൾസിനെ പ്രോസസ് ചെയ്യുക എന്നുള്ളത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഉള്ളത് കൊണ്ട് അവിടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് ഒരു ലിമിറ്റേഷൻ വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ വരുന്നത് ഇറ്റ് ഈസ് ഹെവി സ്ട്രക്ചർ ആണെന്നുള്ളതാണ്. അത് കോസ്റ്റ്ലി ആണ്. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി ആപ്റ്റ് ഫോർ ദി ബിഗ് ഓർഗനൈസേഷൻസ്. ഈ പറയുന്ന മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഈസ് സൂട്ടബിൾ ഫോർ ബിഗ് ഓർഗനൈസേഷൻ വിച്ച് ഹാവ് മോർ ഏർണിങ്സ്. നല്ല ഏർണിങ്സ് ഉള്ള ഹ്യൂജ് ഏർണിങ്സ് ഉള്ള ഫേംസിന് മാത്രമാണ് ഈ പറയുന്ന മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് സൂട്ടബിൾ ആവുള്ളൂ. ബാക്കിയുള്ള ഫേമുകൾക്ക് പിന്നെ സ്മോൾ ഫേമുകൾക്കൊന്നും മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് സൂട്ടബിൾ അല്ല. ദാറ്റ് ഈസ് ദിസ് ഇസ് വെരി മച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നടക്കുന്നത് എന്നുള്ളതുകൊണ്ട്. നെക്സ്റ്റ് ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള പെർസിസ്റ്റൻസ് ഉണ്ടാവാം എന്നുള്ളതാണ്. There will be some persistence from the employees or other interested parties. അതായത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള പിന്നെന്താ പറയാ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എന്തുണ്ടാവാം, ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ഉണ്ടാവാം ഏതിനോട്, മാനേജ്മെന്റ് അക്കൗണ്ടിനോട്. അത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഉണ്ടാവും. കാരണം മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ വഴി ചില ഡിസിഷൻസ് ഒക്കെ വരുമ്പോൾ അവിടെ റീസ്ട്രക്ചറിങ് വേണ്ടി വരും, ആളുകളെ റീഅറേഞ്ച് ചെയ്യേണ്ടി വരും, ചില ആളുകളെ അങ്ങോട്ട് മാറ്റേണ്ടി വരും, ചില ആളുകളെ പ്രൊമോട്ട് ചെയ്യേണ്ടി വരും, ചില ആളുകളെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. ഇങ്ങനത്തെ ചില ഡിസിഷൻ ഒക്കെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന കാര്യങ്ങളെ ഈ പറയുന്ന ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഒക്കെ എന്ത് ചെയ്യാം, റെസിസ്റ്റ് ചെയ്യാം. ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് അവരിൽ നിന്ന് ഉണ്ടാവാം. ഇതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് ദോഷം വരുമോ, മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് അറിയുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആർക്കുണ്ടാവാം, ഈ പറയുന്ന പാർട്ടീസ് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ അതൊരു ലിമിറ്റേഷൻ ആണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്താ പറയാ ഈസ് എന്താ പറയാ ഡീലിംഗ് വിത്ത് ദ പീപ്പിൾ. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് എന്താ പറയാ ട്രൈങ് ടു മേക്ക് സം ഇന്ററപ്ഷൻസ് ഇൻ ബിറ്റ്വീൻ ദി എന്താ പറയുക മാനേജീരിയൽ പീപ്പിൾ എന്ന് പറഞ്ഞാല് മാനേജ്മെന്റിനകത്ത് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ഓർഗനൈസേഷനകത്ത് എന്താ ചില റീസ്ട്രക്ചറിങ് ഒക്കെ നടത്താനോ അല്ലെങ്കിൽ ചില പിന്നെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ചില ഡിസിഷൻസ് എടുക്കാനോ ഒക്കെ കാരണമാകുന്ന ചില കാര്യങ്ങൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നിന്ന് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അത്തരം ഏരിയയിലുള്ള ആളുകൾക്ക് ഇതിനോടൊരു റെസിസ്റ്റൻസ് വരാനുള്ള കാര്യം ഉണ്ടാവാം. അതാണ് സൈക്കോളജിക്കൽ റെസിസ്റ്റൻസിനുള്ള കാര്യം. അതൊരു ലിമിറ്റേഷൻ ആണ്. നെക്സ്റ്റ് വരുന്നൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ഇവല്യൂഷണറി സ്റ്റേജിലാണ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഇൻ ഇവല്യൂഷണറി സ്റ്റേജ്. അതായത് ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ അല്ല. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള എന്ന് പറഞ്ഞാൽ ഒരു
4 decades ബാക്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ 1950s ശരിക്കും മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇപ്പോഴും എന്താണ്, ഒരു ഇവല്യൂഷണറി സ്റ്റേജിലാണ്. അതിന്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ആയിട്ടില്ല. അതൊരു ഗ്രോവിംഗ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഡിസിപ്ലിൻ ആണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് ഡെവലപ്മെന്റ്സ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ മേഖലയിൽ വരാനുണ്ട്. ഇവല്യൂഷണറി സ്റ്റേജിൽ ഉണ്ടാകുന്ന ചൈൽഡിഷ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡിസിപ്ലിൻ എന്നുള്ള രീതിയിൽ കുറെ കാര്യങ്ങൾ ഇപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിന് ചില ഷോർട്ട് കമ്മിങ്സ് ഒക്കെ ഉണ്ടാവാം. നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് പ്രോസസ്സിലേക്ക് അത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇത് നമുക്ക് ലാസ്റ്റ് ഒരു ലിമിറ്റേഷൻ കൂടി നമുക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ദാറ്റ് ഈസ് അബൌട്ട് ദ അൺസർട്ടനിറ്റി. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റിനകത്ത് വേണമെങ്കിൽ നമുക്ക് ലിങ്ക് ചെയ്യാവുന്ന ഒരു പോയിന്റ് ആണ്. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് ടോട്ടലി റിലേറ്റഡ് വിത്ത് ദ ഫ്യൂച്ചർ എന്താ പറയാ ഫ്യൂച്ചർ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ചെയ്യുന്ന പ്രോസസ് ചെയ്യുന്ന ഡാറ്റ മുഴുവൻ ഉപയോഗിക്കുന്നത് ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ്, ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ പ്ലാനിങ്ങും എന്താ പറയാ ഫോർകാസ്റ്റിംഗ് ഒക്കെ എന്താണ്, ദിസ് ഓൾ ആർ റിലേറ്റഡ് ടു ദിസ് ഫ്യൂച്ചർ ആക്ടിവിറ്റീസുമായിട്ട് റിലേറ്റഡ് ആണ്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ആൾവേസ് അൺസർട്ടൈൻ. ഫ്യൂച്ചർ എന്ന് പറയുന്നത് എപ്പോഴും അൺസർട്ടൈൻ ആണ് എന്നുള്ളത് കൊണ്ട് ഈ അൺസർട്ടൈനിറ്റി എന്ന് പറയുന്നത് എന്താണ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലിമിറ്റേഷൻ ആണ്. അപ്പൊ ഇത്രയും നമ്മൾ ഇതിന്റെ ലിമിറ്റേഷൻ ആയിട്ട് പറഞ്ഞു. ഡാറ്റയുടെ ആക്യൂറസിയുമായി ബന്ധപ്പെട്ടാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ പറഞ്ഞത്. രണ്ടാമത്തത് ലാക്ക് ഓഫ് നോളജ് ആണ്, അതായത് അതിന്റെ ഒരു സ്കോപ്പുമായി റിലേറ്റഡ് ആയിട്ടാണ് ലാക്ക് ഓഫ് നോളജ് പറഞ്ഞത്. മൂന്നാമത് ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി ആൻഡ് കോർഡിനേഷൻ പറഞ്ഞു. കണ്ടിന്യൂറ്റിയുടെ ഒരു കേസ് ഞാൻ പറഞ്ഞു, ഇംപ്ലിമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഒരു ലിമിറ്റേഷൻ വരുന്നത്. പിന്നെ this is not a substitute for administration or management. മാനേജ്മെന്റിന്റെയോ അഡ്മിനിസ്ട്രേഷന്റെയോ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല എന്നുള്ളതാണ് നമ്മൾ മറ്റൊന്ന് പറഞ്ഞത്. പിന്നൊന്ന് പറഞ്ഞാൽ നമ്മൾ ലാക്ക് ഓഫ് ഒബ്ജക്ടിവിറ്റി ആണ്, ഇത് സബ്ജക്റ്റീവ് ആണ്, പേഴ്സണൽ ബയാസ് ഒക്കെ ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത്. ദെൻ ഇത് അൺക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള വാരിയബിൾസിനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ലിമിറ്റേഷൻ ആണെന്ന് പറഞ്ഞു. കോസ്റ്റ്ലി ആണെന്ന് പറഞ്ഞു. സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ഇതിന് ഉണ്ടാകാമെന്ന് പറഞ്ഞു. ഇത് ഇവല്യൂഷണറി സ്റ്റേജിലാണെന്ന് പറഞ്ഞു. ഒരു എന്താ പറയാ അൺസർട്ടൈനിറ്റി ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ കേസിലുണ്ട്, ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെട്ടതായതുണ്ട് എന്നുള്ളത് പറഞ്ഞു. ഇത്രയാണ് നമുക്ക് ഇതിന്റെ ലിമിറ്റേഷൻസ് പറയാനുള്ളത്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് ഫ്രീലി ആൻഡ് comment that doubts in the comment box. Okay, thank you for hearing me.